Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. So we are discussing the second chapter of microeconomics, theory of consumer behavior. So in the last class we discussed about the elasticity along a linear demand curve. ഒരു രേഖീയ ചോദന വക്രത്തിൻ്റെ ഇലാസ്തികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. And you know, this is a linear demand curve, A, B, and the elasticity on a linear demand curve is different at different points. Or we can say it varies from 0 to infinite. That means at this point the elasticity of demand is 0, and at this point where the demand curve meets the vertical axis, we get elasticity infinite. And you know, at the midpoint ED is equal to 1, and to the left of the midpoint the ED will be greater than 1, and to the right ED is less than 1. So this is the case of the elasticity of demand on a linear demand curve. It varies from 0 to infinite. But in some cases the elasticity of demand is constant throughout. ചില സന്ദർഭങ്ങളിൽ ചോദന വക്രത്തിലെ ഇലാസ്തികതയ്ക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല, സ്ഥിരമായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്തരം 3 സന്ദർഭങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇലാസ്റ്റിസിറ്റി, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ഇലാസ്റ്റിസിറ്റി ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ് ഈസ് ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ്. വ്യത്യസ്ത ബിന്ദുക്കളിൽ വ്യത്യസ്ത ഇലാസ്തികതയായിരിക്കും ഉണ്ടാവുക ഒരു സ്ട്രേറ്റ് ലൈൻ ഡിമാൻഡ് കർവ്. എന്നാൽ ചില കേസുകളിൽ, ഇൻ സം കേസസ്, ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. സ്ഥിരമായിട്ട് നിൽക്കും ഇലാസ്തികത. അത്തരം 3 കേസസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസ് ശ്രദ്ധിക്കുക. സി, this is a price and here quantity, and this is the demand curve. Suppose this is the demand curve, and what is the peculiarity of this demand curve? ഈ ചോദന വക്രത്തിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് വെർട്ടിക്കൽ, ഓർ വി ക്യാൻ സേ ദിസ് ഈസ് പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിനോട് സമാന്തരമായിട്ടാണ് ഈ ഡിമാൻഡ് കർവ്. ഓക്കെ, സപ്പോസ് OP is the price. Suppose OP is the price, and at this OP price the quantity demanded is Q. We assume that OP is the price of the product. OP വില, ഒരു വസ്തുവിൻ്റെ വില OP ആണെന്ന് സങ്കല്പിക്കുക. ഈ OP വിലയിൽ കൺസ്യൂമർ ചോദനം ചെയ്യുന്നത് OQ അളവാണ്. ഓക്കെ, ആൻഡ് സി, സപ്പോസ് ദ പ്രൈസ് ഇൻക്രീസ്ഡ്. നമുക്ക് പ്രൈസ്, ഈ വസ്തുവിൻ്റെ പ്രൈസ് P1 ആയിട്ട്, P dash ആയിട്ട് വർദ്ധിച്ചു. ഓക്കെ, ദ പ്രൈസ് ഇൻക്രീസ് ടു P dash. സി, വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രൈസ് ഇൻക്രീസ് ഓൺ ദ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്? വില കൂടിയത് കൊണ്ട് ആ വസ്തുവിൻ്റെ ചോദനത്തിൽ
വരുന്ന മാറ്റം നിങ്ങളൊന്ന് നോക്കൂ. വെദർ യു ക്യാൻ നോട്ടീസ് എനി ചേഞ്ച്. ഇവിടെ ചോദനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. സി, the quantity demanded is still OQ. When price increased from OP to OP dash, there is no change in the quantity demanded. Quantity demanded is still OQ. അപ്പോൾ വസ്തുവിന്റെ വില കൂടിയപ്പോൾ ചോദനത്തിൽ സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഡിമാൻഡ് ചോദനം കുറയണം. ബട്ട് ഹിയർ ചോദനത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ഇറ്റ് ഈസ് ഓക്കെ. അപ്പം നമുക്കിവിടെ പറയാം, ദർ ഈസ് നോ റെസ്പോൺസ് ടു ദ പ്രൈസ് ചേഞ്ച്. വിലയിലുള്ള മാറ്റത്തിനോട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ആൻഡ് സി, സപ്പോസ് ദ പ്രൈസ് ഫാൾസ് ടു പി ഡാഷ് ഡാഷ്. പ്രൈസ് നമുക്ക് ഇപ്പോൾ പി ഡാഷ് ഡാഷ് ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം, ഒ പിയിൽ നിന്ന് ഒ പി ഡാഷ് ഡാഷ്. അപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? There is no change in the quantity demanded. Quantity demanded is still okay. അപ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, the consumer is not responding to the change in the price of the commodity. ഉപഭോക്താവ് വിലയിൽ വരുന്ന മാറ്റത്തിനോട് യാതൊരു തരത്തിലുള്ള പ്രതികരിക്കുന്നതുമില്ല, യാതൊരു രീതിയിലുള്ള പ്രതികരണവുമില്ല. That means the elasticity of demand is zero in this case. ഇത്തരം അവസ്ഥയാണ് നമ്മൾ ED is equal to 0 എന്ന് പറയുന്നത്. അപ്പം ഒരു വെർട്ടിക്കൽ ഡിമാൻഡ് കർവ് ആണെങ്കിൽ, that means when the demand curve is parallel to y axis, we can say the elasticity of demand will be 0. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, this is known as perfectly inelastic demand എന്നാണ് നമുക്കിതിനെ വിളിക്കാൻ കഴിയുക. This is a case of perfectly inelastic demand. പൂർണ്ണമായും ഇലാസ്തികമല്ലാത്ത ചോദനമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇലാസ്തികത, അതായത് ചോദനത്തിന്റെ ഇലാസ്തികത എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ED is equal to 0 വരുന്ന കേസ് എപ്പോഴായിരിക്കും? when the demand curve is parallel to the y axis or when the demand curve is vertical. Okay, ഇനി മറ്റൊരു കേസ് കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഡിമാൻഡ് കർവ് പാരലൽ ടു x axis ആവുമ്പോൾ എന്തായിരിക്കും ഇലാസ്തികത? that we are going to discuss. So this is x axis and y axis here. Price, quantity demanded, and this is the demand curve. So suppose this is the demand curve, and this demand curve is parallel to x axis or it is horizontal. ഇത്ര സന്ദർഭങ്ങളിൽ നോക്കൂ. So this is a price of the good. OP is the market price, and what is the quantity demanded? Quantity demanded is OQ. So when price is OP, the quantity demanded is OQ. So the consumer sometimes demand OQ1 amount, even though there is no change in price. OP വിലയിൽ യാതൊരു മാറ്റവുമില്ല. കൺസ്യൂമർ ചിലപ്പോൾ OQ1 ക്വാണ്ടിറ്റി വാങ്ങുന്നുണ്ട്, ചിലപ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നുണ്ട് OQ0 ആയിട്ട്. അപ്പോഴും എന്തില്ല? പ്രൈസിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. അപ്പോൾ പ്രൈസിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ മാറ്റം വരുന്ന സമയത്ത് ചോദനം 0 ആവുന്ന ഒരു കേസാണ്. When there is a slight change in the price, the quantity demanded will become 0. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ED is equal to infinite എന്ന കേസിൽ വരുന്നത്. അതായത് ഇവിടെ ചോദനത്തിന്റെ ഇലാസ്തികത അനന്തമാണ്. ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പെർഫെക്റ്റ്ലി
ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇറ്റ്സ് എ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ദാറ്റ് മീൻസ് പൂർണ്ണമായും ഇലാസ്തികമായ ചോദനം. അപ്പോൾ ചോദന വക്രം എക്സ് ആക്സിസിനോട് പാരലൽ ആകുമ്പോൾ നമുക്ക് പറയാം, അഥവാ ചോദന വക്രം ഹൊറിസോണ്ടൽ ആകുമ്പോൾ നമുക്ക് പറയാം ഇലാസ്തികത, അതായത് ചോദനത്തിന്റെ ഇലാസ്തികത ഇൻഫിനിറ്റ്, അനന്തമായിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് എ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇപ്പൊ രണ്ട് കേസ് നമ്മളിവിടെ മനസ്സിലാക്കി. When the demand curve is parallel to y-axis, it is a case of perfectly inelastic demand, and the demand elasticity will be zero. And in this case, the case of perfectly elastic demand, the demand curve will be parallel to x-axis, and the elasticity of demand will be infinite. It is the case of perfectly elastic demand. പൂർണ്ണമായും ഇലാസ്തികമായ ചോദനം. ഓക്കെ, നൗ ഒരു കേസും കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, this is a demand curve, and this is price, and this is quantity. Suppose the market price is OP. At this price, the quantity demanded is OQ. Okay, and when there is a fall in the price to OP dash, okay, the quantity demanded increased to OQ dash. See, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു കുറവ്. സോ ദിസ് ഈസ് ദ fall in price. പ്രൈസിൽ വന്നിരിക്കുന്ന കുറവ് ഇത്രയാണ്. ഇപ്പൊ പ്രൈസിൽ വന്നിരിക്കുന്ന കുറവിന്റെ ആ ഒരു നിരക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിസ് ഈസ് ദ fall in the price. ആ ഒരു നിരക്ക് തന്നെ ആയിരിക്കും, ആ തുല്യ നിരക്കിൽ തന്നെ ആയിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ ഡിസ്റ്റൻസും തുല്യമാണ്. ഓക്കെ, ഇനി അഗൈൻ സി, when price increase to OP dash dash, what is the result? The quantity demanded falls to OQ dash dash. അപ്പോൾ ഇവിടെ കാണുന്ന ഈ പ്രൈസിൽ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ നിരക്കും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ നിരക്കും തുല്യമാണ്. ഈ ഡിസ്റ്റൻസ് തുല്യമാണ്. ഇത്തരം കേസുകളിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് കർവിന്റെ ഒരു സ്വഭാവം, ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഈ ഒരു ഷേപ്പ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ് ഡിമാൻഡ് കർവ്. ഇത്തരത്തിലുള്ള ഒരു ചോദന വക്രത്തിലെ ഏത് പോയിന്റിലും നമ്മൾ ഏത് പോയിന്റ് എടുത്ത് പരിശോധിച്ചാലും നമുക്ക് എന്ത് കാണാൻ കഴിയും? ചോദനത്തിന്റെ വില ഇലാസ്തികത എന്തായിരിക്കും? ED is equal to 1 ആയിരിക്കും. So this is a case of unitary elastic demand. ഇതിനെയാണ് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ സമ ഇലാസ്തികത ചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിലും ഏത് പോയിന്റിലും ഇലാസ്തികത കോൺസ്റ്റന്റ് ആയിരിക്കും. So we have discussed 3 cases where the elasticity of demand is constant throughout. 3 കേസുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ചോദനത്തിന്റെ വില ഇലാസ്തികത സ്ഥിരമായിട്ട് നിൽക്കുന്ന ഏതൊക്കെയാണ്? ഒന്നാമത്തെ കേസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്
That means അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 0. ഈ കേസ് വരുന്നത് നിങ്ങൾക്കറിയാം, ഡിമാൻഡ് കർവ് വിൽ ബി പാരലൽ ടു y ആക്സിസ്. ഡിമാൻഡ് കർവ് y ആക്സിസിനോട് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇങ്ങനെ വരുന്ന കേസാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ED ഈസ് ഈക്വൽ ടു 0. വിലയിനോട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ചോദനത്തിന് ഇല്ലാത്ത ഒരവസ്ഥ. Then second case is perfectly elastic demand. അവിടെ ED is equal to infinite. ED elastic demand curve ഇലാസ്തികത ഇൻഫിനിറ്റ് ആവുന്ന കേസ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചോദനത്തിന്റെ വില ഇലാസ്തികത അനന്തമാകുന്നത് എപ്പോഴായിരിക്കും? when the demand curve is parallel to x-axis. Okay. Then third case is unitary elastic. അത് ED is equal to 1 എന്ന കേസാണ്. അത് എപ്പോഴാണ് വരിക? when the demand curve is a rectangular hyperbola. റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിട്ട് ഡിമാൻഡ് കർവ് വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക? ഇലാസ്തികത 1 ആവും. അപ്പം ഈ 3 കേസസിൽ മാത്രമാണ് ചോദനത്തിൻ്റെ ഇലാസ്തികത സ്ഥിരമായിട്ട് നിൽക്കുന്ന അവസ്ഥ. ഓക്കെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ദ ന്യൂ ടോപ്പിക്. Till then, goodbye. Thank you.